തൃശൂർ മറ്റത്തൂരിലും ചൊവ്വന്നൂരിലും കോൺഗ്രസ് നടപടി. മറ്റത്തൂരിലെ BJP സഖ്യത്തിൽ 8 വാർഡ് അംഗങ്ങളെയും 2 വിമതരെയും കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യരാക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ചൊവ്വന്നൂരിൽ SDPI പിന്തുണയിൽ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച വർഗീസ് ചൊവ്വന്നൂരിന് കാരണം കാണിക്കൽ നോട്ടീസ്. ഭാര്യയും വൈസ് പ്രസിഡന്റുമായ സെബേറ്റ വർഗീസിനെ പുറത്താക്കി. ഒറ്റച്ചാട്ടത്തിന് BJPയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മട്ടത്തൂരിൽ മരുന്നിന് പോലും ബാക്കി വെക്കാതെ കോൺഗ്രസിലെ 8 അംഗങ്ങളെയും BJP എടുത്തുവെന്നും മുഖ്യമന്ത്രിയുടെ FB പോസ്റ്റ്. BJPക്ക് ആളെ കൂട്ടാനുള്ള മോഹമാണ് മുഖ്യമന്ത്രിക്കെന്നും അമിത്ഷായും മോദിയും പറയുന്നിടത്ത് ഒപ്പിടുന്ന ആളാണ് പരിഹസിക്കുന്നതെന്നും VD സതീശന്റെ തിരിച്ചടി. ആഗ്രഹം അവർ BJP പോകണമെന്നാ. കാരണം BJP ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അമിത്ഷായും നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. എന്നിട്ട് ഈ പഞ്ചായത്തിലുണ്ടായ കാര്യത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കാൻ വരിക. കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസ് ഒഴിയണമെന്ന കൗൺസിലർ R ശ്രീലേഖയുടെ ആവശ്യത്തിൽ പ്രതികരണവുമായി VK പ്രശാന്ത് MLA. ഒഴിയാനുള്ള കാലാവധി മാർച്ച് 31 ആണെന്നും നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമെന്നും VK പ്രശാന്ത്. അത് ശ്രീലേഖ IPS ഒറ്റയ്ക്ക് ഈ ഒരു ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നില്ല. അത് ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികളുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കണം ഇങ്ങനെ വിളിച്ചതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൗഹൃദ സംഭാഷണങ്ങൾ വിവാദമാക്കി മാറ്റരുതെന്ന് R ശ്രീലേഖ. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. അപ്പോൾ ആ ഒരു ഓഫീസർ പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കവർച്ചയും സംഘടനാ വീഴ്ചകളും തദ്ദേശ തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തൽ. തിരുത്തൽ നടപടികളിലേക്ക് ഉടൻ കടക്കും. സെക്രട്ടേറിയറ്റ് അവലോകന റിപ്പോർട്ട് സംസ്ഥാന സമിതിയും LDF യോഗവും ചർച്ച ചെയ്യും. കേന്ദ്ര നയങ്ങൾക്ക് എതിരെ രാഷ്ട്രീയ പ്രചരണത്തിന് നീക്കം.